ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2 കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനായേക്കും. ദ്വാരപാല കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം ലഭിക്കുന്ന 3ാമത്തെ ആളാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പപാളി കേസിലും പ്രതിക്ക് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. 90 ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയായതും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതും ചൂണ്ടിക്കാട്ടിയാണ് സുധീഷ് കുമാർ ജാമ്യം തേടിയത്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബുവും S ശ്രീകുമാറും നേരത്തെ ജാമ്യത്തിലിറങ്ങിയിരുന്നു. 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പാളി കേസിൽ നൽകിയ ജാമ്യഹർജിയിൽ ബുധനാഴ്ച വാദം കേൾക്കും. ദ്വാരപാലക കേസിൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിന്റെ റിമാൻഡ് 14 ദിവസത്തേക്ക് വീണ്ടും നീട്ടി. മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവര് ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഇതിനിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ആൻജിയോഗ്രാം ചെയ്തു. മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് കണ്ടെത്തൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.